സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാവുകയാണ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് തീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, ഈ യെല്ലോ ഓറഞ്ച് അലർട്ടുകളിൽ ഒന്നും തിരുവനന്തപുരം പെടുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്ത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷവും ഇതുവരെയും ഒക്കെ കനത്ത മഴയാണല്ലോ പെയ്യുന്നത്. അപ്പോൾ മുന്നറിയിപ്പുള്ള ജില്ലകളുടെ അവസ്ഥ എന്തായിരിക്കും? കൃഷ്ണരാജ്, തെക്കൻ കേരളത്തിൽ വിശേഷിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് ഇന്ന് പ്രത്യേകിച്ച് മഴ മുന്നറിയിപ്പുകളൊന്നും നൽകിയിട്ടില്ല. മറ്റ് ജില്ലകൾക്ക്, അതായത് 2 ജില്ലകൾക്ക് ഇന്ന് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ മഴ ശക്തമാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. ഒട്ടുമിക്ക ജില്ലകളിലും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലുമെല്ലാം മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്കിപ്പോൾ പ്രാഥമികമായിട്ട് അതത് പ്രദേശങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഡയറക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഡയറക്ടറുടെ ഒരു നിർദ്ദേശം, അല്ലെങ്കിൽ ഡയറക്ടർ പറയുന്നത് ഈ കാലവർഷം എന്ന് പറയുന്നത് അത് കൂടുതൽ തീവ്രമായിട്ട് ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. 14 ശേഷമാണ് അത് കൂടുതൽ തീവ്രമായി ശക്തി പ്രാപിക്കുന്നത്. അങ്ങനെ ശക്തി പ്രാപിക്കുന്ന കാലവർഷം 18-ാം തീയതി വരെ കേരളത്തിൽ ശക്തമായ മഴയായി തുടരും. പിന്നീട് വീണ്ടും ഒന്ന് ശമനമുണ്ടാകും. അതിനുശേഷമായിരിക്കും വീണ്ടും ഒരാഴ്ചക്കാലത്തിന് ശേഷം വീണ്ടും മഴ കനക്കാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ നമ്മളോട് പറഞ്ഞത്. അതിന് സമാനമായ രീതി തന്നെയാണ് ഇപ്പോൾ മഴയുടെ ഒരു പെയ്യുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം കഴിഞ്ഞ ദിവസത്തെ തന്നിരിക്കുന്ന അലർട്ട് അനുസരിച്ചും 15-ാം തീയതി എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നും നാളെയും എല്ലാം മഴ ശക്തമാകുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പറയുന്നത്. നാളെ 4 ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം മുതൽ മലപ്പുറം വരെയുള്ള 10 ജില്ലകൾക്ക് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 14-ാം തീയതി തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള ജില്ലകൾക്ക് യെല്ലോ അലർട്ടും ഇടുക്കി മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15-ാം തീയതി എല്ലാ ജില്ലകൾക്കും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് ഇതുകൊണ്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ തലസ്ഥാന നഗരിയിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ഒരു 6 മണി മുതൽ മഴയ്ക്ക് അല്പം ശമനമുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ രാത്രിയെല്ലാം ഏതാനും ഇടങ്ങളിലെല്ലാം ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. മലയോര മേഖലകളിൽ മഴ ശക്തമാകുന്നു എന്ന വാർത്തകളുണ്ടായിരുന്നു. എന്നാൽ എങ്ങും നാശനഷ്ടമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനൊരു ആശ്വാസമുണ്ട്. എന്തായാലും മറ്റ് ജില്ലകളിലും, ഈ തിരുവനന്തപുരം ഒഴിച്ച് മറ്റ് ജില്ലകളിലും അടക്കം മഴ പെയ്യുന്നുണ്ട്. അതായത് അലർട്ട് ഇല്ലാത്ത ജില്ലകളിലും, കൊല്ലമായാലും ശരി, ആലപ്പുഴയായാലും ശരി, ഈ ജില്ലകളിലും അടക്കം മഴ ശക്തമായി പെയ്യുന്നുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ മലയോര മേഖലകളിലാണ് ഈ മഴ പെയ്യുന്നതെന്ന വിവരവുമുണ്ട്. എന്തായാലും ശക്തമായി തന്നെ മഴ പെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. പടിഞ്ഞാറൻ കാറ്റിൻ്റെ വേഗത കേരള തീരത്തേക്ക് അടുക്കുന്നു എന്നൊരു വിവരവും ഉണ്ട്. അങ്ങനെ അടിസ്ഥാനത്തിലാണെങ്കിൽ മഴ വീണ്ടും ശക്തമാകും. അതോടൊപ്പം തന്നെ ഒരു ചക്രവാത ചുഴിയും രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് മഴ വരും ദിവസങ്ങളിലും അതിതീവ്ര മഴയായി അത് മാറുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ചെന്നെത്തും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും 14-ാം തീയതിയോടുകൂടി തന്നെയായിരിക്കും മഴ അതിൻ്റെ ഒരു വലിയ ശക്തമായ രീതിയിൽ ഒരു മഴ പെയ്ത്തുണ്ടാകുന്നത്. തുടർന്ന് 3 ദിവസം ഇത് തുടരുകയും ചെയ്യും. 18-ാം തീയതി വരെ മഴ തുടരും. അതിനുശേഷം പിന്നീട് വീണ്ടും ഒരു ശമനം എന്ന നിലയിൽ മഴ കുറവുണ്ടാകും, വീണ്ടും എന്നാണ് സംസ്ഥാന വ്യാപകമായി കാലവർഷം പെയ്തു തോർന്നിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. 2 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്, 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ട്. മഴ തുടരും, കനത്ത കാറ്റിനും സാധ്യത. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത് ശങ്കരമംഗലത്ത്.